ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതുവരെ ആരെങ്കിലും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മസ്റ്റായിട്ടും പോയിക്കോട്ടോ. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അടിപൊളി ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ വലിയവർക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് റോപ്പൊക്കെ കാണുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും സൈക്ലിങ്ങും ഒക്കെ ഉണ്ട്, കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അതൊക്കെ കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ. പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉദ്ഘാടനം ഒരാഴ്ചയ്ക്ക് മുന്നേ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും കാണാത്തവരെന്തായാലും ഈ ഒരു വീഡിയോ കാണാം, അഥവാ ഫുള്ളായി കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആധാരമാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ബെല്ലൈക്കണും കൂടി അമർത്തണേ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തുന്നത്. ഇവിടെയാണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കും പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓരോന്നിനും ഓരോ ടിക്കറ്റ് പ്രൈസ് ഉണ്ട്. നമ്മൾ അച്ചൂടിനെ ഒന്നിനകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു, അതിന് മാത്രം 80 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ആദ്യം ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും വേർത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയി കാണുന്നവർക്ക് വേർത്താണ്. പിന്നെ കുറേ പേര് ഞാൻ കയറാതെ പോകുന്നതൊക്കെ കണ്ടു. അവർക്ക് ആഗ്രഹം ഉണ്ടാവായിരിക്കും, ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു ഇത് വരട്ടെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, 200 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് എനിക്ക്. കാരണം നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. എന്തായാലും പേടിച്ച പോലെയൊന്നും പറ്റിയില്ല, പക്ഷേ എന്നാലും അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു പേടി തന്നെയാണ് കേട്ടോ. എനിക്ക് എല്ലാവരും എടുക്കുന്ന പോലെ വീഡിയോ ഫോട്ടോ എടുക്കാൻ പേടി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പൊക്കത്ത് നമ്മൾ താഴേക്ക് നോക്കുന്ന സമയത്ത് താഴെ ബോട്ടിങ്ങും ഒക്കെ കാണാം. പിന്നെ ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫോഗ് മഞ്ഞ് പോലെ കാണാൻ വേണ്ടിയിട്ട് അത്, പിന്നെ മഴയും ഒക്കെ നമുക്കിവിടെ പേജൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയുള്ള വ്യൂവും അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ രാത്രി പോകാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കണ്ടില്ല. യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറുമ്പോൾ ചെരുപ്പിടാൻ പറ്റില്ല എന്ന്. ഞാൻ ഷൂ ഇട്ട് പോയതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് വന്ന് ഷൂ ഇടാൻ വേണ്ടി ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് ഫോണൊക്കെ വെച്ച് ഷൂ ഒക്കെ ഇട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന അച്ചൂട്ടിൻ്റെ ആ ഒരു കളിപ്പിക്കാനുള്ളൊരു സ്ഥലത്തിലേക്കാണ് കേട്ടോ. അത് AC ആയിരുന്നു. AC ആണ്. ഒരു കുട്ടിക്ക് 80 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്, കാമണിക്കൂറത്തേക്ക്. ഞാൻ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോയില്ല കേട്ടോ. കാരണം പിന്നെ ഷൂ അഴിക്കണ്ടേ എന്ന് ഓർത്തിട്ട്. ഇതാദ്യമേ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഷൂ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്തായാലും ഇട്ട് പോയതുകൊണ്ട് ഇനി അഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും അതിലൊന്ന് ചുറ്റി കാണാൻ നേരിച്ച് പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് ശ്രദ്ധിച്ചത്. അത്രയും നേരം എനിക്ക് ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേ പോയി വീഡിയോ എടുത്ത സമയത്താണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു വ്യൂ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എത്രത്തോളം നീട്ടമുണ്ട്, എത്രത്തോളം ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കുമ്പോഴാണ് കേട്ടോ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അച്ചോടനെ ഞാൻ പിന്നെയും വന്ന് നോക്കി, തിരിഞ്ഞ് വന്ന് നോക്കിട്ടോ. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എത്ര മിനിറ്റാണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വന്നിട്ട് നോക്കിയിട്ട് പോയത്. ഞാൻ നോക്കിയിട്ട് ഈ ലുലുമാൾ പോയിട്ട് 1000-2000 ഒക്കെ റീചാർജ് ചെയ്തിട്ട് കുട്ടീനെ കൊണ്ടേ കളിപ്പിക്കുന്നതിലും എത്രയോ നല്ലതായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞെങ്കിൽ ഇവിടെ തന്നെ വരില്ലായിരുന്നു. ഇനിയിപ്പോൾ ശ്രമിക്കാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയവർക്കും ഒക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഊഞ്ഞാലും വർത്തമാനം പറയാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കപ്പിൾസിനായാലും അങ്ങനെയൊക്കെ വരുന്ന വർത്തമാനം പറയാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ കുട്ടിയൊക്കെയാണെങ്കിൽ ഇഷ്ടം പോലെ ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കളിക്കാനുള്ള. അപ്പോൾ എന്തായാലും ഞാനവിടെ കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലാടിയിട്ടും ഇവരെ കാണുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് താഴോട്ട് പോകുമ്പോൾ മറ്റേ നമ്മൾ ഫിഷ് സ്പാ ഉണ്ടല്ലോ, നമ്മൾ കാലിൽ സ്പാ ചെയ്യുന്ന, അങ്ങനെ അച്ചൂട്ടത്തെ ഈ ഒരു സംഭവത്തിൻ്റെ അകത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. അതിൻ്റെ അകത്ത് എത്ര മിനിറ്റാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഷൂ അഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കയറാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കാം. സംഭവത്തിൻ്റെ അകത്താണ് കേട്ടോ ഉള്ളത്.
എത്ര മിനിറ്റ് ആണെന്ന് തോന്നുന്നു, 80 രൂപയാണ്. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ ഓരോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓരോ സാധനങ്ങളുണ്ട്. എല്ലാത്തിനും റേറ്റും ഉണ്ട് ഓരോരോ. ഞാനെന്തായാലും ആ ഒരു സമയം കൊണ്ട് ഇവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാൻ വേണ്ടി വന്നാ കേട്ടോ. കുറേ സമയത്ത് അവിടെ ഒരു മരത്തിൽ ഊഞ്ഞാലുണ്ടായിരുന്നു, അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി. ഒന്നും കൂടി പോയി നോക്കട്ടെ. അതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിലേക്ക് കയറ്റാൻ പറ്റുമോ നോക്കിയിട്ട് പോകുന്നുണ്ട്. എന്തായാലും പറ്റൂല. എത്ര 130? ഓരോന്നിനും ഓരോ റേറ്റ് ഉണ്ട് കേട്ടോ. ബോട്ട് നോക്ക്, കുഞ്ഞു ബോട്ട്. ഞാൻ നേരത്തെ ഇതിൻ്റെ പകുതി വരെ വന്നിട്ട് തിരിച്ചു പോയതാണ്. കയറാൻ പറ്റുന്നുണ്ടോ? നമുക്ക് താഴെ പോയിട്ട് മറ്റേതിലെല്ലാം കയറാ. മെല്ലെ അച്ഛൻ്റെ കൈ പിടി, ഓടാൻ പാടില്ല. ഇപ്പൊ കയറ്റി വന്നേ. വേണ്ട, തോട്ട് കൊണ്ടേ കാലിട്ടാല്. അതാ പൊൻ്റെ കാല് തിന്നുന്നുണ്ടേ. വേമ്പ താഴെ കൂടെ നോക്കച്ചുമ്മാ. ഇതിൽ ഇങ്ങോട്ട് വാ, അവിടെ നിന്ന് കാണൂല. അങ്ങ് വാ. ഞങ്ങൾ പോയ സമയത്ത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വെറും 3 ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത്ര നേരം എവിടെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അക്കുളന്ന് പേര് കേൾക്കുമ്പോൾ അറിയുന്നവർക്കല്ലേ അറിയുള്ളൂ. അല്ലാതെ ഞാൻ ഇത്ര നേരം ലാഗ് അടിപ്പിച്ച് പറയാതിരുന്നല്ലോ. ഞാൻ മറന്നു പോയതാണ് സത്യമായിട്ടും. ഞാൻ ആദ്യം തന്നെ പറയണമെന്ന് വെച്ചാണ്, നമ്മുടെ സ്വന്തം തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്തിൽ ടൗൺ തന്നെ ആണ് ഉള്ളത് കേട്ടോ. നമ്മുടെ ലുലുമാളിൻ്റെ ഒക്കെ നമ്മുടെ അതായത് കണ്ണൂർ സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ ലുലുമാളിൻ്റെ ഇപ്പുറത്ത്, കന്യാകുമാരി സൈഡിൽ നിന്ന് വരുമ്പോൾ ലുലുമാളിൻ്റെ അപ്പുറത്ത്. അപ്പം തൊട്ടടുത്ത് തന്നെ ലുലുമാൾ കഴിഞ്ഞ ഒരു പാലത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത്രയും അടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നത്. അതും റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് വഴിയെ പോകുമ്പോൾ തന്നെ കാണാം ഈ ഒരു ടൂറിസ്റ്റ് വില്ലേജ്. അപ്പോൾ എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് അച്ചോടിനെ പിന്നെ ഇതിലേക്ക് ഒന്ന് കളിപ്പിക്കാൻ നേരിച്ചിട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൻ ഇതിലൊക്കെ കയറുമെന്ന് എനിക്ക് സംശയമായിരുന്നു. പക്ഷെ എന്തായാലും കയറി കളിച്ച് വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്പോട്ടിൽ അധികം ആൾക്കാരില്ല. പക്ഷെ അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഇഷ്ടം പോലെ കളിക്കാനുള്ള സംഭവങ്ങൾ കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ.
എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് പറയണം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് തന്നെ ഈ ഒരു സ്ഥലം കുറേ പേർക്കൊന്നും അറിയില്ല. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും അറിയുന്നവരെ ഒന്ന് പറയാം, അറിയാത്തവരൊന്നും അതും കൂടെ പറഞ്ഞുതരാം. എനിക്കെന്തായാലും അറിയില്ലായിരുന്നു, ഈ ഒരു 5 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ. ടാറ്റാ ബൈ.